അസ്സലാമു അലൈക്കും. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? നമുക്ക് ഏറ്റവും മുഖ്യം എന്നതാണ് ഭക്ഷണമല്ല. ഭക്ഷണം, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് ഏറ്റവും മുഖ്യമാണ്. അപ്പം നമുക്ക് എന്ത് വേണം? വരുമാനമാണ്. പണ്ട് കാലത്തൊന്നും സ്ത്രീകൾക്ക് ജോലിയില്ല അല്ലേ? അന്ന് പറയും പിന്നെ ജോലിക്ക് പോകാൻ പാടില്ല സ്ത്രീകൾ വീട്ടിൻ്റെ അടുത്ത് അടച്ചിരിക്കണം എന്നൊക്കെയല്ലേ പറയല്. നമ്മൾ ഈ മുസ്ലിംസുകൾ സ്ത്രീകൾ, പിന്നെ ഹിന്ദുസിലൊന്നും അങ്ങനെയില്ല. പക്ഷെ ഇന്ന് കാലം മാറി, ഇന്ന് എല്ലാ സ്ത്രീകളും ജോലിക്ക് പോകും. അപ്പോൾ നമ്മൾ അന്ന് എല്ലാവരെയും ഇങ്ങനെ കൈ കാത്തു വെക്കും. ഈ പുരുഷന്മാരെ കൈയും കാത്തിട്ടില്ല നിൽക്കുക. ഇന്ന് അതൊക്കെ മാറിയില്ലേ? അൽഹംദുലില്ലാ, നല്ല കാര്യം പറയും. പക്ഷെങ്കിൽ ഇന്നും ഒരുപാട് സ്ത്രീകളുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നു. അപ്പം ചോദിക്കും, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് അള്ളാഹു അവർക്കും ഭക്ഷണം കൊടുക്കും. കൊടുക്കൂല എന്ന് പറയുന്നില്ല. എല്ലാവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കും. വായി കീറിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കും. പക്ഷെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഭക്ഷണം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രാജാവിയാകട്ടെ, ഏത് പാവിയാട്ടെ, ഏത് ദുഷ്ടിയാകട്ടെ, ഏത് ശത്രുവാകട്ടെ, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണമല്ലാണ്ട് അതിൽ ഇടങ്ങാറ് വരില്ല. കാരണം അത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഒരാളെ വിശപ്പ് തീർത്തു കൊടുക്കുന്നത് നല്ലതാണ്. അത് അള്ളാഹു പറഞ്ഞൊക്കെ നമ്മളോട് വെറും നിസ്കരിക്കലും ഇബാദത്ത് ചെയ്യലും മാത്രമല്ല, അതും ഇബാദത്തിൽപ്പെട്ടതാണ്. നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. നമ്മൾ അന്ന് മരിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാം? ഒന്നും കൊണ്ടുപോയില്ല. നമ്മളെന്നാ കൊണ്ടുപോകുക? 3 കഷ്ണം തുണി. പിന്നെ അത് മാത്രം നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, നമ്മൾ എന്തെല്ലാം ചെയ്തത്, നമ്മൾ നല്ല കാര്യങ്ങൾ എല്ലാം നമ്മൾ കൊണ്ടുപോകും. അള്ളാഹ് പറയുന്ന അനുസരിച്ച് ജീവിച്ചത്, ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകും അല്ലേ? അതുകൊണ്ട് നമ്മളെല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. പാവപ്പെട്ടവര്, പൈസക്കാര് എന്നൊരു തോന്നാൻ പാടില്ല. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുക, എല്ലാവരും ഒരേപോലെ നിൽക്കുക. ബുദ്ധിയില്ലാത്തവര്, ബുദ്ധിയുള്ളവര്, അങ്ങനെയൊന്നും ആരുമില്ല. എല്ലാവരെയും ഒരേപോലെ കാണണം. കാരണം എല്ലാവർക്കും ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ചിലയാൾക്ക് ബുദ്ധി ഉണ്ടാവും, ചിലയാൾക്ക് ബുദ്ധി ഉണ്ടാവും. പക്ഷെ ഓരോ സാഹചര്യം കൊണ്ട് ഒരു ബുദ്ധിയില്ലാത്ത പോലെ ആയിപ്പോകുന്നതാണ്. പക്ഷെങ്കിൽ അത് അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതാണ്. ഇതില് എല്ലാവരും അവരെ ബുദ്ധിയില്ലാത്തവരായിട്ടൊന്നും കാണാൻ ചെയ്യണ്ട. എല്ലാവർക്കും അള്ളാഹു ബുദ്ധി കൊടുത്തു. എല്ലാവരെയും അള്ള പഠിച്ചതാണ്. നമ്മുടെ കഴിവുകൊണ്ടൊന്നും ഒരു കാര്യം ആവില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും വേണ്ടി. നമ്മൾക്ക് അള്ളാഹു പൈസ എന്നത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ, അല്ലാണ്ട് നമ്മളെ ബുദ്ധി കൊണ്ടോ നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നത്. അപ്പൊ സാഹചര്യത്തിന്റെ ഇതിലൊത്ത് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടും ജീവിക്കുന്നു, ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കുന്നു അല്ലേ? ഇതൊക്കെ അള്ളാന്റെ കഴിവാണ്. അപ്പം നമ്മൾ അതുപോലെ ജീവിക്കണം. ഒരാളെയും വിഷമിപ്പിക്കരുത്, എല്ലാവരോടും നല്ലോണം പെരുമാറണം, ഒക്കെ ചെയ്യണം. എന്നാൽ അള്ളാന്റെ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും. പിന്നെ അള്ളാഹു ഒരാളെ കണ്ണുമൂടും കാണാതെ നമ്മളെ ജീവിക്കാൻ അള്ളാഹു എത്തിച്ചു തരട്ടെ. ഒരാളെ ആരെ കൊണ്ടും ഈന്ന് പറയിപ്പിക്കാതെ ജീവിക്കാൻ അള്ളാഹു എത്തിച്ചു തരട്ടെ. അള്ളാഹു ഇനി തന്നിട്ടില്ലെങ്കിലും നാളെ ഖബറിലെങ്കിലും നമുക്ക് സന്തോഷമായി ജീവിക്കാൻ അള്ളാഹു എത്തിച്ചു തരട്ടെ. ആമീൻ റഹ്മത്തുള്ളാഹി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എന്ത് അഹങ്കാരമുള്ളത്? ഞാൻ എന്ന് പറയും. ഞാൻ നമ്മക്ക് എന്ന് പറയാനുള്ള ഒരു അർഹതയില്ല. എന്നാൽ നമ്മള് ഒരു തുള്ളി വെള്ളം കൊണ്ടാണ് നമ്മൾ ഒരു മനുഷ്യനാക്കിയ അള്ളാഹു അല്ലേ? ഒരു തുള്ളി വെള്ളം കൊണ്ട്
അതേ ഞാൻ എന്ന് പറയും. പക്ഷെ നമുക്ക് കാലും കൈയും എല്ലാം അള്ളാഹു തന്ന് ഒരു നിമിഷം മതി. നമ്മുടെ കാലും കൈക്കെല്ലാം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പോയില്ല നമ്മളെ കാര്യം. ഒരു വെച്ച് കുത്തിയാൽ മതി. നമ്മള് ആ വെച്ച് കുത്തിയാൽ നമ്മൾ വെക്കുന്ന ഇത് നമ്മൾ വിളിക്കുന്നത് അള്ളാഹ്, പിന്നെ ഉമ്മാന്, അതല്ലേ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ വിളിക്കുന്നത്. അതാണ് അള്ളാന്റെ കഴിവാണത്. അത് നമ്മളെ കൊണ്ട് ആരാണ് വിളിപ്പിക്കുന്നത്? നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളങ്ങനെ വിളിക്കുക? ഇല്ല, നമ്മൾ വിളിക്കൂല. നമ്മൾ വെച്ചുകൂത്തിയാല് അള്ളോന്ന് നമ്മൾ വിളിക്കുന്നെന്താ? അത് നമ്മളെ അള്ള വിളിപ്പിക്കുന്ന, അല്ലാണ്ട് അള്ള വിളിപ്പിക്കുന്നെന്ന് വെച്ചാൽ അള്ള പറഞ്ഞതാ, അള്ള മനസ്സിൽ തോന്നിക്കുന്നതാ. ഈ അള്ളോന്ന് വിളിപ്പിക്കുന്ന എന്താന്ന്, നമ്മളെ വേദന തീരാൻ വേണ്ടിയിട്ടാണ് അള്ളാന്ന് വിളിപ്പിക്കുന്നത്. പ്രസവിച്ച ഉമ്മ ഉമ്മാനെ വിളിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഉമ്മ വളർത്തുന്നത്. അതുകൊണ്ട് ഉമ്മാനെയും വിളിക്കുന്നു. അല്ലാണ്ട് നമ്മളെ പവറൊന്നുമില്ല. ഞാൻ ഒരു തുള്ളി വെള്ളത്തിലുണ്ടായ നമ്മളെന്തില്ല അല്ലേ? നാളെ 3 കഷ്ണം തുണി അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഒന്നിച്ചുകൂടാൻ അള്ളാഹു എത്തിക്കട്ടെ. ആമീൻ ആമീൻ. റഹ്മത്തുള്ളാഹി വബറകാതുഹു.